Hi friends, welcome to Shilu's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അട ദോശ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്, 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ്, 1/4 ഗ്ലാസ് ഉഴുന്നുപരിപ്പ്, 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ. പിന്നെ നമുക്ക് വേണ്ടത് 4 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകം, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ്. അപ്പം നമ്മളിനി ഈ പച്ചരി നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള പച്ചരിയാണിത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് കുതിരാൻ വെക്കണം. ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് കുതിരാൻ വെക്കണം. അതുപോലെ തന്നെ നമ്മളെ ഈ മറ്റ് പരിപ്പുകളുണ്ടല്ലോ, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ് എല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് വേറൊരു പാത്രത്തിൽ ഒന്നിച്ച് ചേർത്തിട്ട് ഇതുപോലെ കുതിരാൻ വെക്കണം. ഇതൊക്കെ ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഈ കുതിരാൻ വെക്കുന്നത്. അപ്പം നമ്മൾ പച്ചരിയുടെ കൂടെ ഈ ധാന്യങ്ങൾ, മറ്റ് പരിപ്പുകളൊന്നും ചേർക്കരുത്. അത് നമ്മൾ സെപ്പറേറ്റ് വേണം കുതിരാൻ വെക്കാനായിട്ട്. അപ്പം ഞാനിതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊരു 2-3 മണിക്കൂർ കുതിരാൻ വെക്കണം. ഇപ്പം ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഈ ഉഴുന്നും അതുപോലെ തന്നെ പരിപ്പൊക്കെ ഉണ്ടല്ലോ, ആ ചേർത്ത് വെച്ചിട്ടുള്ള മിക്സാണ് അരച്ചെടുക്കാൻ പോണത്. അത് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് കിട്ടണം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഈ പരിപ്പും അതുപോലെ തന്നെ തുവരപ്പരിപ്പും കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ് ഇതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഇത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് ഫസ്റ്റ് തന്നെ ഇതൊക്കെ അരച്ച ശേഷം നമ്മൾ രണ്ടാമത് നമ്മൾ പച്ചരിയാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. പച്ചരിയോ ദോശ റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് നമ്മൾ അരച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഒന്നിച്ചിട്ട് മൊത്തത്തിൽ അരയ്ക്കാൻ പാടില്ല. പച്ചരിൻ്റെ അരവല്ല മറ്റു ധാന്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. പച്ചരി ഒറ്റയ്ക്കാണ് അരയ്ക്കുന്നത്, മറ്റേതെല്ലാം കൂടി ചേർത്തിട്ട് വേറെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചരി എന്ന് പറയുന്നത് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടണ്ട, ജസ്റ്റ് കുറച്ചൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നമ്മൾ ഈ അടദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഉഴുന്നും ബാക്കിയുള്ള തുവരപ്പരിപ്പും കടലപ്പരിപ്പും ചേർന്ന ആ ഒരു മിക്സ്ഡ് അത് നമ്മൾ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. എന്നാൽ ഈ പച്ചരിയുടെ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ അടദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ആദ്യം ഉഴുന്നുപരിപ്പൊക്കെ വെച്ച് അരച്ച അതിനകത്തേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഈ പെരുംജീരകവും അതുപോലെ തന്നെ നമ്മളെ മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകും ഒന്നും ഇപ്പം ഇതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ചേർക്കുന്നില്ല. ചില ആളുകൾ വേണമെങ്കിൽ ഈ തുവരപ്പരിപ്പൊക്കെ ചേർത്തതിൻ്റെ കൂടെ ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം ഈ എന്താ പറയുക, ഈ പെരുംജീരകമൊക്കെ കുതിർത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അല്ലാണ്ട് അരക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയില്ലെങ്കിലും, അതുകൊണ്ട് ഞാനിത് നമ്മൾ സെപ്പറേറ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മിക്സിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നമ്മളെ ഈ ഉള്ളും അതുപോലെ തന്നെ പച്ചരിയും നമ്മളിപ്പോൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ള ഈ വറ്റൽമുളകിൻ്റെ ഈ ഒരു മിക്സ് എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കണം.
അപ്പം ഞാനിത് ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്, ഓവർനൈറ്റ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തിക്കായിട്ട് നമ്മൾ ഈ തുവരപ്പരിപ്പും കടലപ്പരിപ്പും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നേർപ്പിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഒരു സവാള ചെറുതായിട്ട്, സവാളയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മളതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈസായിട്ട് വേണം നമ്മൾ സവാള കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ മാവ് ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ ബാറ്റർ ദോശമാവിൻ്റെ പരുവത്തിലാവാനുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ദോശക്കല്ലിനകത്തേക്ക് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള അടദോശയാണിത്. അപ്പോൾ ഇത് നമ്മളിനി മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതിനേക്കാൾ ഹെൽത്തി ആയിട്ടുള്ള വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു അടദോശയാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു അടദോശൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളതെന്ന് പറയുമെങ്കിൽ നമ്മളെ തേങ്ങാ ചമ്മന്തിയാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ ചമ്മന്തിയും അതുപോലെ തന്നെ ഉള്ളി ചട്നിയും ഒക്കെ നല്ല ടേസ്റ്റാണ്. എന്നാലും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് തേങ്ങാ ചട്നിയാണ് കേട്ടോ. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നിറയെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള അടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ കൂടെയാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മാത്രമല്ല നമ്മളെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.